മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് ആവർത്തിച്ച് ബിന്ദുവിന്റെ കുടുംബം. ആശ്വാസവാക്കുമായി ആരോഗ്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ വന്നില്ല എന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു. ബിന്ദുവിന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. അപകടമുണ്ടായത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ എന്നായിരുന്നു മന്ത്രിമാരും മെഡിക്കൽ കോളേജ് അധികൃതരും പറഞ്ഞത്. ഇത് പൂർണ്ണമായും തള്ളുകയാണ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച മറച്ചുവയ്ക്കാനാണ് ശ്രമിച്ചതെന്നും കുടുംബം. അവിടെ അന്നും കുളിച്ചതാ, അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയതാ, ആ വാർഡ് ഉപയോഗിച്ചതുവാ. അപ്പോൾ പിന്നെ അവർ പറയുന്നതിനകത്ത് എന്നാ കാര്യമുണ്ട്? അവർ കാര്യമായിട്ട് അന്വേഷിക്കില്ല. അവരെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എന്നാ പറഞ്ഞേ? ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറയാനാണോ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് അങ്ങനെ തന്നെ. അത് വീഴ്ചയില്ലാതാക്കാൻ വേണ്ടി അവരത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാന അത്താണിയായിരുന്ന ബിന്ദുവിന്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിന് സൃഷ്ടിച്ചത് വൻ പ്രതിസന്ധി. മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാണ് നാട്ടുകാരും കുടുംബവും ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോ ഇതെന്തെന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ മാത്രമേ ഉള്ളൂ. ഭർത്താവില്ല, 90-100 വയസ്സുള്ള തള്ളേ ഉള്ളൂ. അപ്പൊ അവര് ആ കൊച്ചിന് ജോലി കൊടുക്കണം. അതിന്റെ മാന്യമായ രീതിയിൽ അത് ചെയ്യണം. സർക്കാർ ധനസഹായവും ജോലിയും നൽകിയില്ലെങ്കിൽ കുടുംബത്തെ UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം. ആ അമ്മയല്ലേ ആ കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത്. മകൾക്ക് സർജറിയാണ്. വളരെ പാവപ്പെട്ട വീട് പണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ്. ഞങ്ങൾ അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ ധനസഹായവും നൽകി. 24 കോട്ടയം.